പ്രിയദാസന്റെ ഒരുപാട് ഒതുക്കുന്ന കുടുംബാംഗങ്ങളോട് ഹോംലാൻഡ് അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം ഫെലോഷിപ്പിന് വേണ്ടി ഇപ്പോൾ റാന്നി ഞങ്ങളുടെ ഏരിയ മെമ്പർ മിസ്റ്റർ കെ മാർട്ടിന്റെ നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും വീട് സമർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ബന്ധുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ സാക്ഷി we are not people who believe that this is the end of life. Beyond this life, we Christians believe in a steadfast hope that one day we will be able to meet our near and dear ones on the second coming of our Lord and Savior Jesus Christ. Therefore, dear C. Jackson Jerry, on behalf of every member who is gathered here, I want to earnestly say, please continue to uphold the faith that you have demonstrated in our church, in your family, and await on that glorious day where there is no end, no pain, no agony. And I believe that our dear Papa Chayan has been lucky that he is born before us, and he will today, and we will all be able to meet him on the shores of eternity. On behalf of all of us, thank you. And if Jackson and Jerry wants to say a word, it is their moment now. Otherwise, thank you, Gerard. First of all, thanks to everyone who's turned up to come for this gathering. In our family's sorrow, we'd like to show gratitude and extreme gratefulness for people from every part of the world, and especially from Dubai, It's really difficult. I mean, the space of 3 months, up till now, there are a lot of difficulties. Mommy went through a lot.
Thank you everyone for coming here. As most of you all know, Papa was എല്ലാവരെയും നല്ല അറിയാം. നാടുപോലെ പണിയാണെങ്കിൽ എല്ലാവരും he had close relationship with everyone, എല്ലാവരും എല്ലാവരും ഓർഗൻ മെമ്പേഴ്സ് എല്ലാവരും അവരുടെ ജോലി ചെയ്യുന്നു എല്ലാം പറയുന്നു. He is in a better place right now. And thank you all for keeping the family. Each and every time, not just taking care of us, not just seeing us in your guys. Thank you once again. Thank you all for coming. ദുഃഖത്തിൽ വേദനയുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ ദുഃഖാവസ്ഥയിൽ അവരെ ആശ്വസിപ്പിക്കാൻ കടന്നിരിക്കുന്ന ബന്ധുവിഭാഗങ്ങളെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശുദ്ധനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചോളൂ. ഞാൻ ഇന്ന് പേപ്പറിലോടൊപ്പം അതിലൊരു ഓഡിറ്റോറിയാണ്. ഓഡിറ്റോറിയം കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ പ്രിയപ്പെട്ട പാപ്പച്ചൻ ആ ചർച്ചുമായിട്ട് ആ ഇടവകയുമായിട്ട് എത്രമാത്രം അടുത്ത ബന്ധത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ വെറുതെ പള്ളിയിൽ ജോലിയുടെ മൂലമൊക്കെ എന്തോ അവധിക്കൊക്കെ വരുമ്പോഴൊക്കെ നല്ല സമയം കിട്ടാറുള്ളൂ. എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചു കാണുകയില്ല. ഇവിടെ ആയിരുന്നാൽ തന്നെ സൗമ്യനായ ഒരു മനുഷ്യനായി എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും പെരുമാറണം. എന്ന് പറഞ്ഞാലും വീട്ടിൽ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് വളരെ നിർബന്ധമായി. വൃക്ഷം നല്ലതാണെങ്കിൽ ഫലം നല്ലതാണെങ്കിൽ വൃക്ഷവും നല്ലതാണ്. പ്രാർത്ഥനയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ അമ്മയുടെ നോക്കുകയാണെങ്കിൽ ഇത്ര നല്ല സൗമ്യതയുള്ള ഒരു സ്ത്രീ ആ അമ്മയുടെ മക്കളൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീർന്നുള്ളത് ഒരു അത്ഭുതകരമാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് വാസ്തവത്തിൽ മക്കളിലേക്ക് പ്രാർത്ഥിച്ചത്. പാർട്ടിയിലോ രണ്ടാമതായിരുന്നു സുഖമില്ലാതിരുന്നു. കാണാനുള്ള ദൂരമായതുകൊണ്ട് എല്ലാവർക്കും പോയി കാണുവാനോ ആശ്വസിപ്പിക്കാനോ ഒന്നുമുള്ള സാധ്യത വളരെ കുറവായിരുന്നു. വളരെ ചുരുക്കം പേരെ പോയിട്ടുള്ളൂ. ഈ പാർട്ടിയുടെ ജീവിതം അത്ര സൗകര്യമായിട്ടുള്ളതാണ്. നമ്മൾ ഈ ഓഡിറ്റോറിയം കണ്ടാൽ തന്നെ അറിയാം അവർ ആ ഇടവുമായിട്ടും ആ ഇടവകയുടെ അംഗങ്ങളുമായിട്ടും എത്രമാത്രം സ്നേഹത്തിൽ സന്തോഷത്തിൽ കൂട്ടായ്മയിലായിരിക്കും പോയിരുന്നത് വളരെ വ്യക്തമാവുകയാണ്. അവരുടെ പെട്ടെന്നൊരു വേർപാട് എല്ലാവർക്കും ദുഃഖവും വേദനയുമാണ്. ഞങ്ങളുടെ ഈ ഇടവകയ്ക്കും ഒരു നഷ്ടമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരു നഷ്ടമാണ്. കുടുംബത്തിൽ മാത്രമല്ല ദേശത്ത് സഹോദരന്മാരുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനോഭാവം, എല്ലാവരെയും സ്നേഹിക്കുന്ന മനോഭാവം, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടത്തിലുള്ള മനോഭാവം, ഇങ്ങനെയുള്ള എല്ലാ സൽസ്വഭാവങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയാണ് പ്രിയ പാപത്തിൽ ഇന്ന് നമ്മളോട് വേർപെട്ടു പോയിരിക്കുന്നത്. ആ പാപത്തിനെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഇനി നമുക്ക് നിത്യതയിൽ ആശ്വാസത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കാണാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ തെരുമി പ്രാർത്ഥനയോടെ നാമത്തിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അറിയിക്കണം. ഇപ്പോൾ ബഹുമാനാർത്ഥം തെരുമി പ്രാർത്ഥനത്തിന്റെ റെഡി അർപ്പിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവക സെക്രട്ടറി ലോകത്ത് ജനനമഴിയായി കടന്നുവന്ന ഏത് മനുഷ്യനും ഒരാളും മരണത്തെ അംഗീകരിച്ച് മതിയാകും. എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതല്ല, എത്ര കാലം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി എന്നുള്ളതാണ് ദൈവരാജ്യത്തിൽ കണക്കെടുക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്രൈസ്തവ സാക്ഷ്യമുള്ള ഒരു പിതാവിനെയാണ് ഈ ഇടവകയെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തന്റെ ജോലിയുമായി ബന്ധത്തിന്റെ വിദേശത്തായിരുന്നെങ്കിൽ
ഞങ്ങളുടെ പാപ്പച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എത്തിച്ചേർന്ന പ്രിയമുണ്ട്. പാപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു വലിയൊരു നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വലിയ ഒരു വൃക്ഷമാണ്. പടർന്നു പന്തലിച്ച ആ വലിയ വൃക്ഷത്തിന്റെ തണലിൽ ധാരാളം പ്രാണികൾ കിട്ടുന്നത്. ആ വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ ഞങ്ങൾ ആവോളം ഭക്ഷിക്കുകയും ചെയ്തത്. ആ തണലത്ത് ഒരല്പമെങ്കിലും ഒരു തണൽ കിട്ടാത്തതായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഒരു 10-40 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. പാപ്പച്ചൻ ഗൾഫിലൊക്കെ വരുന്ന സമയത്ത് കുടുംബത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു അവിടെ. കുടുംബത്തിലുള്ള എല്ലാവരും എടുത്തു. ഇന്നൊക്കെ ഈ ഗൾഫിൽ കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ അതൊക്കെ എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗൾഫിലെ ഉടുപ്പിടുക, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഡ്രസ്സുകളൊക്കെ ഇടുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ അന്നാണ് ഇടുന്നത്. അതും 1-2 അല്ല, ധാരാളം പേര് ജോഡികളായിട്ട് ഞങ്ങൾ തരിക. അപ്പൊ ഞങ്ങൾ തന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും സൈസ് പോലും കറക്റ്റ് പാപ്പച്ചൻ അറിയാമായിരുന്നു. ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ പാപ്പച്ചൻ അവിടുന്ന് കൊണ്ടുവരുന്ന ആ ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സിന്റെ സൈസ് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുവന്നത് അത് കറക്റ്റ് സൈസായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അതുപോലെ ശരിക്കും പറഞ്ഞാലേ കുടുംബത്തിന്റെ ഒരു ചെയിൻ, ഒരു കണ്ണിയായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മണക്കാലപ്പള്ളി മാമൂട്ടുകണ്ടത്തിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെ പറ്റി പാപ്പച്ചാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളിന്റെ പ്രൊഫൈൽ ഉൾപ്പെടെയാണ് നമ്മളോട് പറഞ്ഞത്. അത്ര വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നുണ്ട് വേറെ ഒരാൾക്ക്, കുടുംബത്തിലുള്ള ഒരാൾക്ക് മറ്റൊരാളെ പറ്റി ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇനിയുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു കരുതൽ, പ്രത്യേകിച്ച് പാപ്പച്ചാനെ ആശുപത്രിയിലായിരുന്ന സമയത്ത് അതിനുശേഷം ഞാൻ ഫ്ലാറ്റിൽ ചെന്ന് കണ്ടപ്പോൾ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഈച്ച് ആൻഡ് എവരി വൺ അവരെ പറ്റി ഒക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അനുജനെ വിസിറ്റിംഗ് വിസയ്ക്ക്, അവൻ പറഞ്ഞതാണ്, വിസിറ്റിംഗ് വിസയ്ക്ക് ഗൾഫിലേക്ക് നിന്ന് കഴിയുമ്പോൾ ആ സമയത്ത് അവർ രാവിലെ ജോലിക്ക് പോകും, ഇവനെ കട്ടിലിൽ കിടക്കുകയായിരിക്കും. അവസാനം പോകുന്ന സമയത്ത് പുതപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ ആ പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു കെയറാണ്, വളരെ കെയറായിരുന്നു. കുടുംബത്തിലുള്ള എല്ലാവരോടും മറ്റുള്ളവരോടും നല്ല കെയറായിരുന്നു. അവർക്ക് എന്ത് ആവശ്യമുണ്ട്, അതൊന്ന് എന്ത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുമായിരുന്നു. അതുപോലെ പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ വിജയം വരിച്ചു അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ പാസ്സായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ്. പാപ്പച്ചാനെ പറ്റി കൂടുതൽ പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാൻ. അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി കാണുമ്പോൾ ഞാൻ റെപ്സിമാമയെ കുറിച്ചാണ് പറയുന്നത്. റെപ്സിയാന്റെ ധൈര്യം, കാരണം ആ അസുഖത്തിന്റെ എല്ലാ വശങ്ങളും ആന്റിക്ക് അറിയാമായിരുന്നു. എങ്കിൽ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പ്രകടനം മനസ്സിൽ ഒരുപക്ഷെങ്കിൽ ദുഃഖത്തിന്റെ ഒരു വലിയൊരു വേലിയേറ്റമാണ് മനസ്സിലുണ്ടായിരിക്കുന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ, മറ്റുള്ളവരോട് ഒരു സങ്കടം വാങ്ങാതെ, പ്രത്യേകിച്ച് പാപ്പച്ചാനെ അത് അറിയിക്കാതെ ആ മനസ്സിനുള്ളിൽ ഒതുക്കിയ ആ വ്യസനം, ആ ഒരു ധൈര്യം, അത് ദൈവം കൊടുത്ത ഒരു ധൈര്യം തന്നെയാണ്. തീർച്ചയായും പാപ്പച്ചാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ ഒരു വൃക്ഷമാണ് കടപുഴകി വീണിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട
വൈദിക ശ്രേഷ്ഠരാണ്. പ്രത്യേകിച്ച് മരണവിവരം അറിഞ്ഞപ്പം തൊട്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും എല്ലാം ഇവർ മുന്നോട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇടവക പട്ടക്കാർ, അതുപോലെ വൈദിക ശ്രേഷ്ഠർ, അവരോടുള്ള നിസ്സീമമായ നന്ദി കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. പിന്നെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുമാണ് പാപ്പച്ചാനെ എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. കുടുംബത്തിലുള്ളവരും ഇടവകയിലുള്ളവരും അതുപോലെ മന്നവരിയുടെ പ്രാന്തപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഗൾഫിലെ ഇവിടെ നിന്നൊക്കെ മരണവിവരം അറിഞ്ഞ് ശവസംസ്കാരത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാപ്പച്ചാനെ ശുശ്രൂഷിച്ച ആശുപത്രി, അവിടെയുള്ള ഡോക്ടർമാര്, നേഴ്സുമാര്, കൈത്താങ്ങലായി തലോടലായി നിന്ന എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ അർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഭാഗങ്ങളിൽ ഇരുന്നാൽ മതിയാവും. ഏവൻ വായിക്കുമ്പോൾ കർത്തൃകാലം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാതലേ രക്ഷപ്പെട്ടോരൊക്കെ കൂടി ആകശേ വിളിക്കും നേരം കാണുമെങ്കരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും ക്രിസ്തുനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭരായിരിക്കാൻ ഉയർത്തുതാൻ ഭക്തർ ഭവനി ആകാശവപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാലം എൻ പരം വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസ്ത സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മനോഹരയും സന്തോഷങ്ങളുടെ ബന്ധിക്കലും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഉദരത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ
കുഞ്ഞാടുകളോട് കൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സൃഷ്ടികളും അവിടെ സ്ഥാനത്ത് കഴിഞ്ഞു പോകത്ത് കൊണം നിറയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകവും സ്ഥാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇറക്കത്തോടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മനുഷ്യരുടെ നീതിയും സത്യവും ഉള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധി തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായവിസ്താരത്തിലേക്ക് ഒരുങ്ങുകയും ചെയ്യുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ് പൊഴിച്ചുമാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമൊക്കെയും ദരിദ്രം കരയിക്കുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. തന്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ സ്നേഹിക്കുകയും ചിത്തത്തോടുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ ഗതി കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭയുടെ ധാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സത്ശാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചുയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവശത്തിന്റെ ആദ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മത്സ്യഹാദംരാജ് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹതമ്പുരാനേ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവിതാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന റൂഹായുടെ ഇഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്ന അകൽക്കർസായുടെ വശീകരണത്താൽ നാശവും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനേക്ക് പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെയും അധികാരത്തിനെയും മായ്ച്ചു ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്തിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടി കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിമ്മൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവർ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങൾ ഇവർ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവർ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവയെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ വിന്നപ്പപ്പെടുകയും നിന്റെ വരവിൽ പാതാള ബന്ധനങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം പ്രശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ നീ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യതമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഹോശോ ബബുകുലശുവാൻ
വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ. ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെങ്ങുമേ. ഉറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താൻ. ഓടിയവൻ പാപികളെ തേടി നടന്നു. ആടലൊഴിഞ്ഞാദരവാൽ പാടെ ചേർന്നിടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതനും മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കവറിൽ മരിച്ചവർക്കും വെളിവരുടെ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവെ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർന്നിൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവപരിഹാരം കൊണ്ടുള്ള അനുഭവം നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിപ്പിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്വന്തം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഉന്നത മണവാളൻ ഉദിക്കും നേരത്തിൽ ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വനാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധരുഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസനെ യാത്രയ്ക്ക് ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മകനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെ പ്രത്യേകമായി ഈ മകന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ദാസനും അവകാശമാണെന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കപ്പെടുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കോ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധവും നിന്നിടുന്നു. ദാതനാകും ദൈവത്തിനോ മഹത്വവും തൻ സുതനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്നവനിക്ക് മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിമാനായ തനിക്ക് സ്തുതി.
മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമല്ല മനുഷ്യന് ഒരു പാനീയമാകുന്നു. നല്ലത് യൗവനപ്രായത്തിലായ അധികം കയ്പും സങ്കടവുമുള്ളതാകുന്നു. കർത്താവേ, നിങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതന് സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയായി എല്ലാവരും ഓരോ മരണത്തെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചു വിടുന്നതുകൊണ്ട് കരയുന്നതും യുക്തമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ നിൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തരുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരവരുക ദേവ അനുഗ്രഹിക്ക. മറ്റേർച്ചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. ആദാം തന്റെ സകലസന്താനങ്ങൾ കലർത്തിയ മരണത്തിന്റെ കാസായത്തിൽ കൈപ്പെടുതാകുന്നു. ആദം അവന്റെ സകലസന്താനങ്ങൾ കുടിപ്പാൻ ഒന്നിലേക്ക് അതിനെ പോർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ കാലത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തേക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്താവരെ എതിരേൽക്കാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുന്നു. ഇങ്ങനെ നാമും എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ദൈവത്തിനുമായി ശുദ്ധിനായിട്ട് മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ യോഗ്യതകളാക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ നൽകുന്ന പുസ്തകമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ നമ്മുടെ രക്ഷകായകനെ ചിന്താവന സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്റെ പ്രിയാവിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ തലമുറയുടെ കാലത്ത് പ്രകാരം സംഭവിച്ചു. പ്രകാരം വിശ്വസിച്ചു കൊണ്ടാടുന്നു. എന്നാൽ ഈശ്വരനുത്തരമായിട്ട് അവരോട് ചെയ്തത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ല പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിനായി ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉറപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു.
ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെ ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കപ്പലുകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ തന്നെ സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടി കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അർത്ഥമുള്ള കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവരുമായ മെസ്സിയ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിപുരാതം നടത്തുന്ന ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന നരുടെ ചെയ്തവനായ ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയ തമ്പുരാനെ നിന്റെ വിശ്വസ സഭയുടെ സ്ഥാനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിപ്പാനും തക്കോണം സന്തോഷം പറ്റുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ.
ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ഇനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലേക്കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടടുക്കുന്നു സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കും പുഴുവിനും ഇരയാവാൻ അയക്കുന്നു നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നടുവീർപ്പോടും കൂടി എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നുവെന്ന് പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഇവർത്ത് നിൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഓരോനെ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് നിലയിട്ട് പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മരണമേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിച്ചിരിക്കുന്ന പോലെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചില്ലാത്തവനും മനുഷ്യരായ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശ്വരൂഹാൽ കന്യമറിയാം മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്പെട്ടിട്ട് കർഷകനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികെ പ്രാരംഭേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യമുള്ളവനും ജീവിതത്തിനെതിരെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ മഹാപ്രാത്തോടെ വരുമാനിക്കുന്നതിനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവരുമായ ജീവനവിശ്വമായാലും പാപമോചനത്തിനുള്ള മാമോദീസ ഒരു ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവും ആയിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിനു മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഇപ്പോൾ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങി
ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നി